ദ ജേർണലിസ്റ്റിലേക്ക് ഓരോ ദിവസവും എന്നോണം ഇറാനു നേരെ അതിശക്തമായ വെല്ലുവിളികളും മുന്നറിയിപ്പുകളുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇതിനെ ഇറാൻ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം. കാരണം ലോകത്തൊരു രാജ്യവും അമേരിക്കയോട് ഇങ്ങനെ നേർക്കുനേർ പോരടിച്ച് ഇത്രയും നാൾ നിന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ ഭീഷണികൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ട് ഒരു രാജ്യവും അതിന് വഴിപ്പെടാതെ ഇതുപോലെ അടിച്ചു നിന്നിട്ടില്ല. അതാണ് ഇറാൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇറാൻ എന്നത് പ്രതിരോധത്തിൻ്റെ രാജ്യമാണ്. അല്ലെങ്കിൽ ഏറെക്കാലം നിരവധി വെല്ലുവിളികളെയും ആക്രമണങ്ങളെയും പ്രതിരോധിച്ച ചരിത്രം ഇറാനുണ്ട്. 1980 മുതൽ 88 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇറാഖും ഇറാനും തമ്മിൽ വലിയൊരു യുദ്ധമുണ്ടായിരുന്നു. ആ സമയത്ത് ഇറാഖും അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാനെ വീഴ്ത്താൻ ശ്രമിച്ചതാണ്. അന്ന് ഏറെക്കാലം യുദ്ധം ചെയ്ത് ഒടുവിൽ ശത്രുക്കളെ തുരത്തി ഓടിച്ച് പിടിച്ചു നിന്ന പാരമ്പര്യമാണ് ഇറാനുള്ളത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഭരണകൂടം വന്നതിന് ശേഷം 47 വർഷമായി പല വിധത്തിലുള്ള ആക്രമണങ്ങളെയും ചെറുത്തുന്ന പാരമ്പര്യം മാത്രമാണ് ഇറാനുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടി തയ്യാറാക്കിയ ഇറാനിലെ ആഭ്യന്തര കലാപ നീക്കങ്ങൾ അതിനെപ്പോലും അതിജീവിച്ച് വെല്ലുവിളിച്ച് നിൽക്കുന്ന രാജ്യമായി ഇറാൻ ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ ഏതെങ്കിലും തരത്തിൽ പരിപൂർണമായി ഇല്ലാതാക്കുക എന്നത് ഇപ്പോഴും പാശ്ചാത്യ ശക്തികളുടെ സ്വപ്നം മാത്രമാണ്. ഇസ്രായേലൊക്കെ എത്ര കാലമായി ഇറാനെ തകർക്കണം, ഇല്ലാതാക്കണം, ഇറാനിൽ ഇസ്ലാമിക ഭരണം അവസാനിപ്പിക്കണം, അവിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വരണമെന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്, പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇറാൻ്റെ ആ പ്രതിരോധം, ഇറാൻ്റെ കരുത്ത്, ഇറാൻ്റെ നിലപാട്, ഇറാൻ്റെ ശക്തമായ ഭരണകൂടം, അതൊക്കെ ഇപ്പോഴും ലോകത്തിന് മുന്നിൽ ഒരു വലിയ അത്ഭുതമായി കാണുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഭരണാധികാരിയെ പിടിച്ചു കൊണ്ടുവന്ന് തടവിലിട്ട അമേരിക്കയ്ക്ക് സമാനമായ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഇത്രയും മാസമായിട്ടും ഇറാനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ തന്നെ ഇറാൻ്റെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഇറാൻ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഏറ്റവും മോശമായത് ഇറാനിൽ സംഭവിക്കും, ഇറാൻ തകർന്നു വീഴുമെന്നൊക്കെ. പക്ഷേ ഇറാൻ പറയുന്നത് ഒരുപക്ഷെ യുദ്ധം തുടങ്ങുന്നത് നിങ്ങളായിരിക്കാം, അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ്. അവിടെയും ട്രംപിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാണ് ഇറാൻ കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ ലക്ഷ്യം ശത്രുക്കളെ തകർക്കുക എന്നതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് അവർക്ക് നേരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള സകല വിധത്തിലുള്ള ആക്രമണങ്ങളെയും എങ്ങനെ ചെറുക്കാമെന്ന് ഇറാൻ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള വലിയ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തങ്ങളുടെ അന്തിമ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് തങ്ങൾക്കെതിരെ വരുന്ന അമേരിക്കയെ തീർത്ത് കെട്ടാൻ പാകത്തിനുള്ള സകല വിന്യാസങ്ങളും ഇപ്പോൾ അവർ തയ്യാറാക്കി എന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് TV പുറത്തുവിട്ട വീഡിയോയിലൂടെ വ്യക്തമാകുന്നത്. ഖാംനെയി പുറത്തുവിട്ട വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഖാംനെയുടെ നിർദ്ദേശമില്ലാതെ അവിടുത്തെ ഒരു സ്റ്റേറ്റ് ചാനൽ അവരുടെ ആഭ്യന്തര രഹസ്യങ്ങൾ സംബന്ധിച്ച വീഡിയോകൾ വിടില്ല. ഇതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാക്കിയിരിക്കുന്ന വിഷയം. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ ഏറ്റെടുത്ത് ഇന്ത്യയിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്, അമേരിക്കൻ സൈനിക വ്യൂഹത്തിന് ശക്തമായ മറുപടി നൽകാൻ വേണ്ടിയിട്ടുള്ള സകലതും ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരക്കണക്കിന് വരുന്ന ഡ്രോണുകളുടെ ശേഖരമാണ്. ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏത് വിധത്തിലുള്ള ആക്രമണവും, അതായത് ഈ പറയുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് അമേരിക്ക ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ കപ്പലും അതിനോടൊപ്പം വിന്യസിച്ചിട്ടുള്ള ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ചെറുകപ്പലുകളും അവരുടെ സൈറ്റിൻ്റെ പരിധിക്കടിയിലൂടെ അല്ലെങ്കിൽ വളരെയധികം താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളടക്കം ഈ ശ്രേണിയിലുണ്ട്. അതായത് വേണ്ടി വന്നാൽ ഈ കപ്പലുകൾക്ക് നേരെ അവരുടെ കണ്ണ് വെട്ടിച്ച് വലിയ ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് ഇത്രയും വലിയ ഒരു ഡ്രോൺ ശേഖരത്തിൻ്റെ വീഡിയോ പുറത്തുവിട്ടതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ മിസൈൽ വേധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രോണുകളെയൊക്കെ തകർക്കുന്ന സംവിധാനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വന്നാൽ അതിന് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഒരു അയൺ ഡോമോ അല്ലെങ്കിൽ താഡോ ആരോയോ അങ്ങനെയുള്ള ഏത് മിസൈൽ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും പരിമിതിയുണ്ട്. ചിലപ്പോൾ ഒരു 90-95% വരെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴും ഒരു 5%, 10% ഡ്രോണുകൾ ഈ കപ്പലുകളിൽ പതിക്കാൻ സാധ്യതയുണ്ട്.
കപ്പലുകളുടെയുണ്ട്. ആ കപ്പലുകളെ തകർക്കാൻ അമേരിക്കയ്ക്ക് ലോകത്തിന് മുന്നിൽ നാണം കെടാൻ ധാരാളം മതി. എന്ന് മാത്രമല്ല, കടലിലേക്ക് തിരിച്ചു വെച്ച മൊബൈൽ ലോഞ്ചറുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ നിരവധിയായി ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ വടക്കൻ തീരദേശത്ത് ഇറാൻ്റെ കരസേന വ്യാപകമായ സൈനികാഭ്യാസം നടത്തുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ തകർക്കാൻ ഉതകുന്ന വിധത്തിലുള്ള കപ്പൽവേധ ബോട്ടുകൾ വിന്യസിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ അമേരിക്കയുടെ എണ്ണക്കപ്പലുകൾ ഏതെങ്കിലും പോവുകയാണെങ്കിൽ അവയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി ശക്തമാണ്. അതിന് പുറമെയാണ് ഈ പറയുന്ന ഇറാൻ്റെ മിസൈൽ നഗരങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനെയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉൾക്കൊള്ളുന്ന തുരങ്കങ്ങൾ, ബങ്കറുകൾ, വിശാലമായ അവയുടെ ഭൂഗർഭ ശൃംഖലകൾ എന്നിവയുടെ വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് IRGC നിർമ്മിച്ചതും ഉപഗ്രഹങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു വലിയ സൗകര്യമാണിത് എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കയുടെ സാറ്റലൈറ്റുകൾ പോലും വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചാര നെറ്റ്വർക്കുകൾ പോലും വിചാരിച്ചാൽ ഈ പറയുന്ന ശേഖരങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂഗർഭ ശൃംഖലകളിൽ നോക്കുക, വലിയ ടോറസ് ലോറികൾ, അല്ലെങ്കിൽ വലിയ ലോറികൾ, പടുകൂറ്റൻ ലോറികൾ, അതിൽ നിറയെ മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിലെ വേണമെങ്കിലും, ഭൂമിക്കടിയിലൂടെ എങ്ങോട്ട് വേണമെങ്കിലും ഈ വാഹനങ്ങളിലൂടെ ഈ ആയുധങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അവയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കും, അവ സംഭരിക്കാൻ സാധിക്കും, വിതരണം ചെയ്യാൻ സാധിക്കും. അതായത് ഇറാൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഭൂഗർഭ ടണൽ നെറ്റ്വർക്കുകളിലൂടെ ഈ മിസൈലുകൾ എത്തിക്കാം. അമേരിക്കയ്ക്കെതിരെ ശക്തമായ ആക്രമണം നടത്താം. അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ പാഡുകളും ഒക്കെ ഒരു പരിധിവരെ അമേരിക്കയുടെ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത്. അതേപോലെ തന്നെ വേണ്ടി വന്നാൽ GCC രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കാൻ സജ്ജമായിട്ടുള്ള സന്നാഹങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇറാനിയൻ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള ഈ വീഡിയോകളിൽ 100 കണക്കിന് കിലോമീറ്റർ ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇറാൻ സജ്ജമാക്കിയതിലൂടെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടായാൽ ശത്രുവിനെ പരിപൂർണമായി സംഹരിക്കുക, ശത്രു സംഹാരം വേഗത്തിലാക്കുക, അവർക്കെതിരെ ഏറ്റവും മാരകമായ രീതിയിൽ ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യം എന്ന് വ്യക്തമാണ്. അതായത് ഇനി ഇതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുക, ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുക, തങ്ങളെ ആക്രമിക്കാൻ ഏത് അറബ് രാജ്യങ്ങളാണോ തയ്യാറാകുന്നത് അവരെ ആക്രമിക്കുക എന്നതാണ് ഇറാൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ സന്നാഹങ്ങൾ ഇറാൻ സജ്ജമാക്കുന്നു. അതോടൊപ്പം ഇനി ചൈനയിൽ നിന്ന് കൂടുതൽ കപ്പൽ വേധ മിസൈലുകൾ, അതായത് കപ്പലുകളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്ന് വാർത്ത വരുന്നു. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് നിരവധിയായിട്ടുള്ള $500 മില്യൺ മേലെ വിലയുള്ള റോക്കറ്റ് ലോഞ്ചറുകളുടെ ഒരു വലിയ ശേഖരം കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ തങ്ങൾക്ക് പാളിയ ഇൻ്റലിജൻസ് നെറ്റ്വർക്കിലും അതുപോലെ പ്രതിരോധത്തിലുമൊക്കെ പാളിയ നിരവധി കാര്യങ്ങളുണ്ട്. അത് ജൂണിലെ ആക്രമണത്തിൽ, അതിനുശേഷം ഈ ആഭ്യന്തര കലാപത്തിലൊക്കെ ഇറാന് പാളിച്ചകളുണ്ടായിട്ട്, അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം അമേരിക്കയാണ്. അമേരിക്ക ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല, പരിപൂർണമായി തകർത്ത് കളയുന്ന വിധത്തിലേക്കുള്ള സന്നാഹങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇറാൻ അവരുടെ നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം, അതായത് നാളെ ജനീവയിൽ അന്താരാഷ്ട്ര കരാർ, ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കാൻ പോവുകയാണ്. അമേരിക്ക വീണ്ടും ഇറാനെ വാൺ ചെയ്യുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്നതിനപ്പുറം പോകരുത്, പരിപൂർണമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റണം, ഒരു തരത്തിലും ആണവ പരീക്ഷണം നടത്തരുത് എന്നൊക്കെയാണ്. പക്ഷേ ഇറാൻ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തും, അത് ആണവായുധത്തിന് വേണ്ടിയല്ല, ഞങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, വേണമെങ്കിൽ അതിന് തോത് കുറയ്ക്കാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മേലുള്ള ഉപരോധം പൂർണ്ണമായും നീക്കണമെന്ന അവസാന വാക്ക് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നാളെ നടക്കുന്ന ചർച്ചയിലും ഒരു പരിഹാരവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഉടൻ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഞങ്ങളും സജ്ജരാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ ഇറാൻ സംഹാര താണ്ഡവം എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരിച്ച് അതിശക്തമായി പ്രഹരിക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാകും. യുദ്ധമുണ്ടായാൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പ്രതിസന്ധിയിലാകും. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്.